Hi, welcome to Abhi's kitchen. Thanks Abhi for inviting me. ഇന്ന് അബി ഇല്ല, ഞാനാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത്രയ്ക്കും മലയാളം ഫ്ലുവൻസ് ഇല്ല, തമിഴ് കുറച്ച് വരും, തമിഴ് മലയാളം മിക്സഡായിട്ടാണ് പറയുക. ഓക്കെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഷ് ചിക്കൻ തവ ഫ്രൈ. ഒരു ഡ്രൈ ചിക്കൻ, ഒരു ടേസ്റ്റി ഡിഷാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അത് എങ്ങനെ ചെയ്യുന്ന നോക്കാം നമുക്ക്. ചെയ്യുമ്പോൾ ആദ്യം ചിക്കൻ ഒരു 1 hour മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. പിന്നെ ഈ ചിക്കൻ കുക്ക് ചെയ്യാൻ തന്നെ ഒരു 1.5 മണിക്കൂർ പിടിക്കും, 1.5 hours പിടിക്കും. അപ്പോൾ ഇതൊരു പതുക്കെ പേഷ്യൻസ് കൂടുതൽ വേണം ഈ ചിക്കൻ ചെയ്യാൻ. എന്നാൽ വെരി ടേസ്റ്റി ആയിട്ടാണ് വരിക. അത് എത്ര സമയം എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ അത്ര ടേസ്റ്റി ആയിട്ട് വരും. ഇതിലാണ് 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 kg ചിക്കൻ എടുക്കാം ആദ്യം. അതിൽ കുറച്ച് ഒരു 1/2 സ്പൂൺ സാൾട്ട് ആഡ് ചെയ്യാം. ഒരു 2 സ്പൂൺ ചില്ലി പൗഡർ, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1 സ്പൂൺ, പിന്നെ ജീരകപ്പൊടി 1 സ്പൂൺ. ചിക്കൻ ഈ കറി മസാല പാക്കറ്റിൽ കിട്ടുമല്ലോ കടയിൽ, അത് വാങ്ങിച്ചിട്ട് ഒരു 1.5 സ്പൂൺ ഇടാം. പിന്നെ പെപ്പർ പൗഡർ ഒരു 1 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 സ്പൂൺ ഇടാം. പിന്നെ കുറച്ച് തൈര്. ഇതിൽ ഫുള്ള് ഒഴിക്കണ്ട, ഒരു ഹാഫ്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഈ മസാല ഫുള്ള്. പിന്നെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അടച്ചിട്ട് ഒരു 1 hour മാരിനേറ്റ് ചെയ്യണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് 1 hour കഴിഞ്ഞു. ഇനി നമ്മൾ കുക്കിംഗ് തുടങ്ങാം. ഇതൊരു മറ്റേ ദോശക്കല്ല് പോലെ ഒരു തവ വേണം ഇത് ചെയ്യാൻ. മറ്റേ പാത്രത്തിൽ ചെയ്യാണ്ട് ഇതുപോലത്തെ ഒരു തവയിലാണ് ചെയ്യാൻ. ചിക്കൻ തവ ഫ്രൈ ആണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം വേണം. അപ്പോൾ ഇത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് കുറച്ച് ചൂടാക്കാം. ഇപ്പോൾ തവ കുറച്ച് നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാവൂ. വേറെ ഓയിൽ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ മാത്രമേ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. സിമ്പിളാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാതിന് മുൻപ് തന്നെ ഈ ചിക്കൻ ഇടണം, ഇല്ലെങ്കിൽ സ്റ്റവ് ഒരു 2 minutes ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ 2 minutes കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ഫുള്ള് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രം, ഇല്ലെങ്കിൽ ഒരു ലിഡ് കറക്റ്റ് മൂടാൻ പറ്റിയ മൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലോസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഒരു 15 minutes ഒന്നും നോക്കാതെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ട. 15 minutes ഇനി ഇത് ടച്ച് ചെയ്യേണ്ട, അങ്ങനെ ഇവിടെ. ഓക്കെ, അപ്പോൾ അവിടെ ചിക്കൻ 15 minutes നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഒരു 2 തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണേ. ഈ തക്കാളി ഓണിയനൊക്കെ ലാസ്റ്റ് നമുക്ക് ഇട്ടാൽ മതി. 1 തക്കാളി മതിയാവും, 2 വേണ്ട, 1 തക്കാളി മതി. തക്കാളി വലിയ തക്കാളി ആയതുകൊണ്ട് 1 തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയ ഉള്ളി ഒരു 5 എണ്ണം. ഇനി ഒരു 1/2 ലെമണും കൂടെ.
ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കുറച്ച് മിക്സ് ആക്കിയിട്ട് പിന്നെയും മൂടി വയ്ക്കാം. ഫുൾ പ്രോസസ്സും ലോ ഹീറ്റിൽ തന്നെ ചെയ്യണം, ഹൈ ഫ്ലെയിം ആക്കരുത്, ഫുൾ ലോ ഫ്ലെയിമാണ്. ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ വയ്ക്കാം. 10 മിനിറ്റ്സും കൂടെ ആയിട്ടുണ്ട്, മൊത്തം 25 മിനിറ്റ്സ്. നോക്കാം. ഇത് അടി ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ. ഇതൊന്നും പിടിച്ചിട്ടില്ല, ഫ്രീ ആണ്. ഇനി ഒരു 15 മിനിറ്റ്സ് ഇതേപോലെ മൂടി വയ്ക്കാം. ഒന്ന് തുറന്ന് നോക്കാം. പിടിക്കുന്നുണ്ടെങ്കിൽ, അടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ. പിടിച്ചിട്ടൊന്നുമില്ല, എണ്ണ ഉണ്ട്, ആവശ്യത്തിന് ഓയിലുണ്ട്, ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈ തക്കാളി ഇടാം. അടുത്ത് ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി ഇടാം കുറച്ച്. ഓക്കെ, അടുത്ത് ഒരു ഹാഫ് ലെമൺ മതി. ലെമൺ ഇതിൽ ഒളിച്ചു കൊടുക്കാം. ഇനി അതേപോലെ പിന്നെയും മൂടി വയ്ക്കും. ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ്സ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതല്ല ചെയ്യേണ്ടത്, തക്കാളി ചെറിയ ഉള്ളി എല്ലാം വെന്ത് സൂപ്പറായിട്ടുണ്ട്. കളർ കണ്ടാൽ അറിയാം, സൂപ്പറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കറിവേപ്പില കുറച്ച് എടുത്തിട്ട് ഇതിനി മൂടി വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ചാൽ റെഡിയാവും നമ്മുടെ ചിക്കൻ. ഇപ്പോൾ മൊത്തം 1 ഹവറായി. നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ആ ചിക്കൻ നല്ല കുക്കായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, സൂപ്പർ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഫുൾ കുക്കിംഗ് കംപ്ലീറ്റ് ആയി. മൊത്തം നമുക്ക് 1 ഹവറാണ് ടൈം എടുത്തത് കുക്ക് ചെയ്യാൻ. മൊത്തം എടുത്ത ടൈം 1 ഹവറാണ്. നമുക്കത് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റി, ജ്യൂസി, സൂപ്പർ ഫ്ലേവറാണ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ.